എന്തുകൊണ്ടാണ് 14 മണിക്കൂർ മുതൽ 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അറിയോ? അതിൻ്റെ കാരണം മനസ്സിലാക്കിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യും. നമ്മുടെ കോശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നശിക്കും. എന്തെങ്കിലും വൈറസ് അറ്റാക്ക് വരുന്ന സമയത്തോ, പ്രായമാവുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്ന സമയത്തോ എല്ലാം കോശങ്ങൾ നശിക്കും. ഈ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ചിലപ്പോൾ നശിക്കില്ല. ഒരു 50% അല്ലെങ്കിൽ 75% നശിച്ച് അവിടെ നിൽക്കും. ഇതെന്ത് സംഭവിക്കുന്നത്? അടുത്ത കോശത്തിനെയും അത് നശിപ്പിക്കും. അപ്പോൾ ഈ ഒരു സെൽസ് പൂർണ്ണമായിട്ടും ഇല്ലാതാണ്. അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ്. 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ ഉറങ്ങണമെന്ന് പറയുന്നതിനാണ്. ഉറങ്ങുന്ന സമയത്ത് ഈ ഓട്ടോഫേജി നടക്കുകയും ഈ കോശങ്ങളെല്ലാം ഇല്ലാതാകുകയും ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് ഓട്ടോഫേജി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആഹാരം ശരീരത്തിലോട്ട് കിട്ടുന്നില്ല. ആ സമയത്തും കോശങ്ങൾ ഇതുപോലെ നശിച്ചുപോയ കോശങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അതുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അത്രമാത്രം എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രമേഹം കൺട്രോൾ ചെയ്യും, അതുപോലെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കും, പലതരത്തിലുള്ള അസുഖങ്ങൾ തടയുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്താണ് അതിൻ്റെ ഫിസിയോളജിക്കൽ റെസ്പോൺസ് എന്നതാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത്. ഇത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.